ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിൽസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഗ്രാനി ചാപ്റ്റർ 2 ബോട്ട് എസ്കേപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മളിത് ഗെയിം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമുക്ക് സ്പാർക്ക് പ്ലഗ് വേണം, പിന്നെ ബോട്ട് സ്റ്റിയറിംഗ് വേണം, പിന്നെ ഗ്യാസ് ഓയിലൻ വേണം, അങ്ങനെ പല സാധനങ്ങൾ വേണം. പാഡ്ലോക്ക് കീ വേണം. എല്ലാ സ്ഥലത്തും നമ്മൾ ചെക്ക് ചെയ്യണം, എന്നാലും നമുക്ക് കിട്ടും. ഗ്രാൻഡ് പേ വരുന്നുണ്ട്, പോയെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം ഈ മേശ തുറന്നു നോക്കാം. ഇതിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് താഴെ ഇവിടെ ഉണ്ടാവും, അധികം ഇവിടെ സ്റ്റൺ ഉണ്ടാവുക, പക്ഷെ ഇവിടെ ഇവിടെ ഇല്ല ഗൈസ്. നമുക്ക് ഒന്നിക്കിൻ്റെ വെപ്പൺ കീ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണം. ഗ്രാനി ഗൈസ്, ഗ്രാനി ജസ്റ്റ് മിസ് ഗൈസ്. നമുക്കിത് വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മേശയിൽ നിന്നാണ് കിട്ടിയത്. നമുക്ക് നേരിട്ടങ്ങ് തുറന്നു കൊടുക്കാം. ഇതിന് ആരെയും ഗ്രാനി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഓണായി പോയിക്കുക, അല്ലെങ്കിൽ കൊന്നേനെ. അപ്പം നമുക്ക് നേരെ ഗണ്ണെടുക്കണം. ഗൈസ്, ഗ്രാനീനെ കൊന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ലോങ് ആവാണ്ടിരിക്കാനാണ്. കുറേ എല്ലാം ഷോർട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. ഗ്രാൻഡ് പണ്ട് ഗൈസ് അങ്ങോട്ടേക്ക് പോയിക്ക്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ബുള്ളറ്റ്സ് ഇല്ല ഗൈസ്, ബുള്ളറ്റ്സ് ഫില്ല് ചെയ്യണം നമുക്ക് ഗണ്ണിൽ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 2 ബുള്ളറ്റ്സ് ഫില്ല് ചെയ്യട്ടെ. നമുക്കിനി സേഫ് കീ വേണം. അവിടെ ഒരു ലോക്കർ അങ്ങനെ എന്തെങ്കിലും സാധനം തുറക്കാനുണ്ട്. ഗൈസ്, ഗ്രാൻഡ് പാ തുറക്കുന്നുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെക്യൂരിറ്റി കീ എടുക്കാം. മുകളിലോട്ട് പോകാനാവില്ല, അവിടെ ലോക്കാണ്. നമുക്ക് ഡോർ ലോക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ല. ഗ്രാനേനെയും ഗ്രാൻഡ് പേനെയും പൂട്ടിയിടണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഗൈസ്, ബോട്ട് കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓയിലൻ വേണം, പാഡ്ലോക്ക് കീ വേണം, അങ്ങനെ പല സാധനങ്ങൾ വേണം. ഇതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഗൈസ്, ഗ്യാസ് ഓയിലാണെന്ന് തോന്നുന്നു. ഗ്യാസ് ഓയിലൻ ക്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ എടുക്കട്ടെ, നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. സെക്യൂരിറ്റി കീ റൂം തുറന്നു. സേഫ് കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് നേരെ താഴോട്ടേക്ക് പോയിട്ട് സേഫ് കീ തുറക്കാം. ഡോർ ഹാൻഡിലാണ് ഇട്ടിരിക്കുന്നത്. അത് മറ്റേ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു. സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡോർ ഹാൻഡിൽ മറ്റേ നമ്മളെ ഡോർ എസ്കേപ്പിനാണ് വേണ്ടത്. ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗൈസ് ബോട്ട് സ്റ്റിയറിംഗ് വീലും കിട്ടിയിട്ടുണ്ട്. ഗണ്ണാടെ നമുക്കിത് നേരെ താഴോട്ട് കൊടുക്കാം. വീണ് നമുക്ക് ഗണ്ണും എടുക്കാം. ഗൈസ്, നമുക്ക് ഈ സ്ഥലവും കൂടി ചെക്ക് ചെയ്യണം. ഇതിനകത്ത് ഡെക്ക് ടാപ്പ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഹെലികോപ്റ്ററിനാണ് ആവശ്യമുള്ളത്. അതിൻ്റെ വീഡിയോ, നമ്മൾ എസ്കേപ്പ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുവെക്കുക. പിന്നെ ഡോർ എസ്കേപ്പിൻ്റെ വീഡിയോ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് 2 ബുള്ളറ്റ്സ് നിറച്ചു. ഇനി നമുക്ക് കട്ടിംഗ് പ്ലെയർ വേണം. കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് നേരെ നമുക്ക് മുകളിലോട്ടേക്ക് പോകാം. മുകളിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഗണ്ണിങ് എടുക്കാം. കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് നമുക്ക് നേരെ ചെയിൻ കട്ട് ചെയ്യണം. അതിനൊന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ല. ചെയിന് കട്ട് ചെയ്ത് എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്നാണ് തോന്നുന്നത്. കട്ട് ചെയ്ത് നോക്കാം. ഇതാരാ ഗൈസ്, പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതെടുത്ത് താഴോട്ടേക്ക് കാണണം. എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് പാറ്റേൺ താഴെ ഉണ്ടാവുന്നതാണ്. നമ്മൾ നേരത്തെ ബോട്ട് സ്റ്റിയറിംഗ് വീല് നമ്മൾ താഴോട്ടായിരുന്നു. ഇല്ലാന്ന് തോന്നുന്നില്ല. നമ്മൾ ചാടിയാലോ. ഗൈസ് ഗ്രാൻഡ് പേ ഉണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാം. നമുക്ക് ബുള്ളറ്റ് വേണം. ഇവിടെ ഉണ്ടോ? ഇല്ല. നമ്മളിതേ താഴോട്ടേക്ക് നേരെ ചാടിയിട്ടുണ്ട്. നമുക്ക് നേരെ താഴോട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ബുള്ളറ്റ് ഉണ്ട്, നമുക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. നമ്മളിതേ ഒരു ഷൂട്ട് ഗ്രാനിക്കും കൊടുത്തേക്കാണ്. കുറേ നേരമായി ചോദിക്കുന്നത്, നമ്മളങ്ങ് കൊടുത്തു. വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ ഇങ്ങനെ നടന്ന് വരണ്ടാലോ. അതുപോലെ തന്നെ ഗ്രാൻഡ് പക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ട് സ്റ്റിയറിംഗ് വീൽ നമുക്ക് നേരെ താഴോട്ടേക്ക് ആടിയിട്ടുണ്ട്.
നമ്മൾ നേരെ മുകളിൽ പോകുന്നതിന് മുന്നേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഹെലികോപ്റ്റർ ഒക്കെയാണുള്ളത്. നമുക്ക് ആവശ്യമില്ല. പാഡ്ലോക്ക് എടുത്ത് നമ്മളെ സ്റ്റെപ്പ് ചാടിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി എടുത്ത് അങ്ങ് താഴോട്ടേക്ക് കാണണം. അതും ചാടിയിട്ടുണ്ട്. നമുക്ക് വ്രഞ്ചെടുത്തിട്ട് നമുക്ക് നേരത്തെ ഈ സ്ക്രൂ അഴിച്ച് കളയാനുണ്ട്. നമുക്ക് അഴിച്ച് കളയാം. അതാണ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഗണ്ണെടുത്ത് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്ത് പോകണം. ഗണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. ബുള്ളറ്റ്സ് നിറച്ചായിരുന്നു. നിറച്ചെന്ന് തോന്നുന്നു. ബുള്ളറ്റ്സ് ഉണ്ട്. നമുക്കിത് നേരെ ഷൂട്ട് ചെയ്യാം. നേരെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പുറം അധികം ക്രോബാറാണ് ഉണ്ടാവുക. ക്രോബാർ തന്നെ ഗ്രാൻഡ് പേ വരുന്നുണ്ട്. ഓവനൊക്കെ കൊടുക്കുക. ക്രോബാർ തന്നെ ഉള്ളത്. ക്രോബാർ നേരെ എടുത്തിട്ട് നമുക്ക് പെട്ടി പൊളിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഗ്രാനി വരുന്നുണ്ട്. നമ്മളെന്തായാലും ചത്ത്. നമുക്ക് ഇവിടെ നിന്ന് ഹൈഡ് ചെയ്ത് നിൽക്കാൻ സ്ഥലമില്ല. ഗ്രാനി വന്ന് ചത്ത് നിൽക്കണ്. അങ്ങനെ ഡേ 2 ആയിട്ടുള്ളൂ. നമുക്കിനി 3 ദിവസം കൂടി ഉണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ഉറപ്പായിട്ട് എസ്കേപ്പ് ആകുന്നതായിരിക്കും. നമ്മളത് പിന്നെ എണീറ്റേക്കാണ്. നമുക്ക് നേരെ നമുക്കെല്ലാം കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. നമുക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടി. പിന്നെ ഗ്യാസ് ഓയിലും കിട്ടി. ബോട്ട് കീ കിട്ടി. പാഡ്ലോക്കും ബോട്ട് സ്റ്റിയറിങ് കിട്ടി. വേറെ ഒന്നും വേണ്ട തോന്നുന്നു. നമുക്ക് ഇതെല്ലാം കൊണ്ട് നമുക്ക് നേരെ അവിടെ വെക്കാം. അത് നമ്മൾ പാഡ്ലോക്ക് എടുത്തിട്ട് നമുക്ക് ലോക്ക് തുറക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തോ താഴോട്ടേക്ക് താത്താനായിട്ടുണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഫ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യം ഗ്രാനി പിന്നെയും വന്നു. നമ്മൾ പിന്നെയും ചത്ത്. ഈ ഗ്രാനീനെ കൊണ്ട് ഒന്നും കൂടി നമുക്ക് ഷൂട്ട് കൊടുത്തേ പറ്റൂ. പക്ഷെ ഗണ്ണ് നമ്മളെ ക്രോബാർ കിട്ടിയ സ്ഥലത്തായിപ്പോയി. നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ പോയി എടുക്കാം. വേറെ സ്റ്റൺ ഗണ്ണ് എടുക്കാൻ നമുക്ക് ഈ ബോക്സ് പൊളിക്കേണ്ടി വരും. പക്ഷേ ക്രോബാറും അപ്പുറത്താണുള്ളത്. എല്ലാം കുടുങ്ങിയിട്ടാണുള്ളത്. നമ്മളെന്തായാലും എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇച്ചിരി കുഞ്ഞനായിട്ടില്ലാടാ. ഓൻ എണീച്ചിട്ടുണ്ടെങ്കിൽ പെടും. അപ്പം നമുക്ക് നേരെ ഗ്യാസ് ഓയിലെടുത്ത് നമുക്ക് നേരെ ബോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗ്രാനി ഈ ഗ്രാനീനെ കൊണ്ട് തോറ്റട. നേരത്തെ ഒന്ന് കിട്ടിയ പോരാൻ തോന്നുന്നു. ഒന്നും കൂടി പരിപ്പ് വടയും ചായം കൊടുത്തിട്ട് വന്നാലോളി. ഗ്യാസ് ഓയിലെടുത്ത് നമുക്ക് നേരെ താഴോട്ടേക്ക് പോവാം. നമ്മളത് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമുക്ക് ഇനി ഫ്യൂല് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബോട്ട് കീയും കൂടി മതിയെന്ന് തോന്നുന്നു. സ്പാർക്ക് പ്ലഗ് അവിടെ വെച്ചു. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് വീലും വെച്ചു. ഇനി ബോട്ട് കീയും കൂടി മായി ഗൈസ്. പാഡ്ലോക്ക് നമ്മൾ തുറന്നതാണ് ഓൾറെഡി. നമുക്ക് ബോട്ട് കീ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എസ്കേപ്പ് ആവാം. അപ്പോൾ ഗ്രാനീൻ്റെ ഒരു എസ്കേപ്പ് ആണെന്ന് പറഞ്ഞിട്ട് പോവാം. ഗ്രാനി എടുത്ത് രണ്ടാളുണ്ടായിരുന്നു നോക്കുന്നത്. നമ്മളോടിയാ കളി. ഗ്രാനി നമ്മളെ നോക്കിയെടുക്കുന്ന ദേഷ്യത്തിലുള്ള എൻ്റെ ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രാനി 3 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.